Good morning everyone. Welcome to the daily news analysis. അപ്പോൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം ന്യൂസ് ബ്രീഫിലോട്ട് പോകാം. സോ ഫസ്റ്റ് ന്യൂസ് വന്നിട്ട് എക്കോണമി ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്. RBI കട്ട്സ് റേറ്റ് ബൈ 50 basis point ഇൻട്രസ്റ്റ് ബർഡൻ ടു ഈസ്. അപ്പോൾ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് വൺ, വാട്ടർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ നീഡ്സ് എ ന്യൂ കോഴ്സ്. അപ്പോൾ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്. തേർഡ് വൺ, മെയിൻറ്റെയിനിങ് ഇന്ത്യസ് പ്രോഗ്രസ് ഇൻ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്. ഫോർത്ത് വൺ, മോഡി അക്സെപ്റ്റ്സ് PM കാർണിസ് ഇൻവൈറ്റ് ടു G7. ഇപ്പം ബൈലാറ്ററൽ റിലേഷൻ ആസ്പെക്റ്റിലുള്ള ന്യൂസാണ്. ഫിഫ്ത്ത് വൺ, PM ഇനാഗുറേറ്റ്സ് കീ റെയിൽ പ്രൊജക്ട്സ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഹിറ്റ് ഔട്ട് അറ്റ് പാകിസ്ഥാൻ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറും റീജിയൻ ഡെവലപ്മെൻറ്റ് ആസ്പെക്ട് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഈ ന്യൂസിൻ്റെ അനാലിസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ RBI എവറി ക്വാർട്ടറിൽ ഇൻഫ്ലേഷൻ റേറ്റ് മെയിൻ ടാർഗറ്റിൻ്റെ പാർട്ടായിട്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റിൻ്റെ പാർട്ടായിട്ട് റിപ്പോ റേറ്റ് കട്ട് ചെയ്യുകയും കൂട്ടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മന്തിൽ ആക്ച്വലി റിപ്പോ റേറ്റിൻ്റെ ഒരു അനാലിസിസ് ഉണ്ടായിരുന്നു. അങ്ങനെ 50 basis point റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതെങ്ങനെ റെഡ്യൂസ് ആക്കുന്നതെന്ന് വെച്ചാൽ CRRൻ്റെ റിഡക്ഷൻ വരുന്നുണ്ട്. അതൊരു മോണിറ്ററി പോളിസി ടൂളാണ്, ക്യാഷ് റിസർവ് റേഷ്യോ. ഇത് ആക്ച്വലി ഫേസ് ഔട്ട് ചെയ്ത് ഒരു 100 basis point വരെ ഫേസ് ഔട്ട് ചെയ്ത് കൊണ്ടുവരണമെന്നാണ് ടാർഗറ്റ് ഈ ഇയറിൽ മെയിനായിട്ട് RBI ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം എക്കോണമിയുടെ ഔട്ട്ലുക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന GDP ഗ്രോത്ത് റേറ്റിന് 6.5% ആയിട്ടും ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് 3.7% ആയിട്ടാണ് മെയിനായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോളിസി സ്റ്റാൻസ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കോമഡേറ്റീവ് ടു ന്യൂട്രലാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്നുള്ളതാണ്. ഇതൊരു പോളിസി മെഷറാണ്. ആരെ ക്യാരി ഔട്ട് ചെയ്യുന്നത്? സെൻട്രൽ ബാങ്ക് ക്യാരി ഔട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി ടു കൺട്രോൾ റേറ്റ് ഓഫ് ഇൻഫ്ലേഷനും മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി മെയിൻ ഫോക്കസ് മാക്രോ ലെവൽ എക്കണോമിക് ആക്ടിവിറ്റീസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ക്യാരി ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ടൂളുണ്ട്. ഒന്ന് റിപ്പോ റേറ്റ് എഗ്രിമെൻറ്റും പിന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ് എഗ്രിമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ റിപ്പോ റേറ്റ് എഗ്രിമെൻറ്റ് ഇതിനാണ് മെയിനായിട്ട് മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് അതെങ്ങനെ ഇൻക്രീസ് ആക്കുന്നത്? ദേ ലെൻഡ് മോർ ക്യാഷ് ടു ബോറോവേഴ്സ്. അപ്പോൾ അവർക്ക് കൂടുതൽ ക്യാഷ് എവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ RBI ആക്ച്വലി ലെൻഡ് ചെയ്യുന്നു, ബാങ്കിന് കൂടുതൽ ക്യാഷ് ലെൻഡ് ചെയ്യുന്നു, അത് പിന്നെ ബോറോവേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് റിവേഴ്സ് റിപ്പോ എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ കൊമേഴ്ഷ്യൽ ബാങ്ക് തന്നെയാണ് മെയിൻ പ്ലെയർ എന്ന് പറയുന്നത്, പക്ഷേ ലെസ് ക്യാഷ് ടു ബോറോവേഴ്സ് ആണ്. അതിൻ്റെ മെയിൻ റീസൺ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലുള്ള ആ ഡെപ്പോസിറ്റ് തിരിച്ച് RBIയിലോട്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫോഗ്രാഫിക്സ് ആണ് ആക്ച്വലി ഇവിടെ ബ്രീഫ് ചെയ്തിട്ടുള്ള റിപ്പോ റേറ്റും CRറും മെയിനായിട്ട്. ഇനി അടുത്ത ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. മെയിനായിട്ട് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഫ്രെയിംവർക്ക് ആങ്കർ ചെയ്യുന്ന ഇൻഡിക്കേറ്റർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ വന്നത്? RBI ടാർഗറ്റ് CPI ഇൻഫ്ലേഷൻ അറൗണ്ട് ഒരു ബാൻഡിൻ്റെ വിഡ്ത്തിൻ്റെ ഇടയിലാണ് ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 2% to 6% ഇൻഫ്ലേഷൻ്റെ ഒരു ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റ് ആക്ച്വലി 4% ആണ് മീഡിയൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് 4% ബാൻഡിലാണ് ആക്ച്വലി ഇത് ടാർഗറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ പ്രൈസ് ലെവൽ സ്റ്റേബിൾ ആക്കുക, എക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇതിൻ്റെ ഡിസിഷൻ എടുക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ്. ആ കമ്മിറ്റിയുടെ കോമ്പോസിഷൻ 6 members ഉണ്ടാവും. 3 ഫ്രം RBI ആൻഡ് 3 എക്സ്റ്റേണൽ എക്സ്പെർട്സാണ് മെയിനായിട്ട്. ഈ ഡിസിഷൻ ആക്ച്വലി റിപ്പോ റേറ്റ് സെറ്റ് ചെയ്യുന്നതും പോളിസി സ്റ്റാൻസ് എങ്ങനെ വേണമെന്നുള്ള ഒരു സ്റ്റാൻസ് എടുക്കുന്നത്. ഒബ്ജക്റ്റീവ് വന്നിട്ട് അച്ചീവ് ഇൻഫ്ലേഷൻ ടാർഗറ്റ്, സപ്പോർട്ട് ഗ്രോത്ത് ആൻഡ് ഇൻഷുറൻസ് ട്രാൻസ്പെറൻസി. ഇതാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് GS പേപ്പർ 3 ലിക്വിഡിറ്റി അല്ലെങ്കിൽ എക്കോണമി റിലേറ്റഡ് ന്യൂസായിട്ട് മെയിൻസ് പേപ്പറിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് വന്നിട്ട് റിസോഴ്സ് മാനേജ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. വാട്ടർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ള മെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ വേൾഡ് വാട്ടർ ഡേ ആണ്. അപ്പോൾ ദിസ് ഇയർ ആൾസോ വേൾഡ് വാട്ടർ ഡേ. എൻ്റെ തീം വന്നിട്ട് ഗ്ലേഷ്യർ പ്രിസർവേഷനാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം ഈ മെയിൻലി UN ഡെക്കേഡ് ഓഫ് ആക്ഷൻ ഓൺ ക്രയോസ്ഫിയർ ആണ് ഫ്രം 2025 to 34. അപ്പോൾ ഈ ഒരു UN ഡെക്കേഡ് ക്രയോസ്ഫിയറിനെ ബേസ് ചെയ്തതായതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ റോൾ ഓഫ് മൗണ്ടൻ ആൻഡ് ഗ്ലേഷ്യർ ഫെഡ് വാട്ടർ സിസ്റ്റം ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനകത്ത് ഓതർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ അപ്രോച്ചാണ് സോഴ്സ് ടു സീ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ അപ്രോച്ച് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്? മെയിനായിട്ട് ഈ ഒരു വാട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഫ്രം അപ്സ്ട്രീം ടു ഡൗൺ സ്ട്രീം ആയിട്ടുള്ള വാട്ടർ സിസ്റ്റത്തിന് ആസ് എ ഹോൾ സിസ്റ്റം കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഫ്രഷ് വാട്ടറിൻ്റെ ഫ്രാഗ്മെൻറ്റേഷനും മറൈൻ റിസോഴ്സ് ഗവർണൻസാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ വാട്ടർ ക്രൈസിസിനെ മെയിനായിട്ട് ഓതർ കൺസിഡർ ചെയ്യുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷനും പൊല്യൂഷനും ഫ്രാഗ്മെൻറ്റ് ഗവർണൻസും കൂടെ കൊണ്ടാണ് മെയിനായിട്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നതെന്നാണ് ഓതർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോർഡിനേറ്റഡ് ആയിട്ട് എക്കോളജിക്കലും ഈ S2S ബേസ്ഡ് നാഷണൽ വാട്ടർ പോളിസി മെയിനായിട്ട് വേണം എന്നാണ് ഓതർ മെയിനായിട്ട് ഇതിൻ്റെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പ്രിലിംസ് പോയിന്റ് ബ്രീഫിലോട്ട് പോകാം. ഫസ്റ്റ് വൺ കംസ്
തീം ഓഫ് വേൾഡ് വാട്ടർ ഡേ. തീം എന്താണ്? ഗ്ലേഷ്യർ പ്രിസർവേഷൻ ആണ്. ആൾസോ UN ഡിക്ലറേഷൻ UN മാർച്ച് 22 മാർച്ച് ആസ് വേൾഡ് വാട്ടർ ഡേ. അപ്പോൾ എല്ലാ ഇയറിലും വേൾഡ് വാട്ടർ ഡേ സെലിബ്രേറ്റ് ചെയ്യണം മാർച്ച് 22 ആണ്. അപ്പോൾ ഇത് ആക്ച്വലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ നമ്പർ 6 അണ്ടറിൽ മെയിനായിട്ട് വരും. ദെൻ കൺസെപ്റ്റ് ഓഫ് ക്രയോസ്ഫിയർ ആൻഡ് സോഴ്സ് ടു സീ അപ്രോച്ച്. ക്രയോസ്ഫിയർ മെയിനായിട്ട് എന്താണ്? എർത്തിൻ്റെ ഫ്രോസൺ വാട്ടറാണ്. എവിടെയൊക്കെ കാണുന്നത്? ഗ്ലേഷ്യർ, ഐസ് ക്യാപ്സ്, പെർമ ഫ്രോസ്റ്റാണ് മെയിനായിട്ട് കാണുന്നത്. S2S എന്ന് വെച്ചാൽ മാനേജസ് വാട്ടർ ഫ്രം മൗണ്ടൻസ് ടു ഓഷ്യൻ ആസ് വൺ സിസ്റ്റം. അപ്പോൾ ആ ഒരു വൺ സിസ്റ്റം അപ്രോച്ചാണ് ആക്ച്വലി S2S വരുന്നത്. ഇനി SDGs മെയിനായിട്ട് ഈ ഒരു ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന 6 വാട്ടറാണ്, 14 ഓഷനാണ്. SDG 6 എന്താണ്? ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ ആണ്. SDG 14 എന്നത് പ്രൊട്ടക്റ്റ് ഓഷ്യൻ ആൻഡ് മറൈൻ ലൈഫാണ്. അപ്പോൾ മെയിൻ പെർസ്പെക്റ്റീവ് നോക്കാൻ GS3 UN ഇനിഷ്യേറ്റീവ് ഓൺ ഗ്ലേഷ്യേഴ്സ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. GS2 ചാലഞ്ചസ് ഇൻ വാട്ടർ ഗവർണൻസ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാം. നെക്സ്റ്റ് ന്യൂസ് പോകുന്നത് ഫുഡ് സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ടാണ്. മെയിൻറ്റെയിനിങ് ഇന്ത്യസ് പ്രോഗ്രസ് ഇൻ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡാണ്. അപ്പോൾ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ highlights food safety science in action. Marks India's shift from binary adulteration focused regime to a science-based risk assessment model. ഓതർ മെയിനായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ വർഷത്തെ ഫുഡ് സേഫ്റ്റിയുടെ മെയിൻ തീം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഏറിലും ഇന്ത്യൻ അപ്രോച്ച് എന്ന് വെച്ചാൽ അഡൾട്രേഷൻ എത്ര ഉണ്ട് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഫുഡ് സേഫ്റ്റി കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ഒരു സയൻസ് ബേസ്ഡ് റിസ്ക് അസസ്മെൻറ്റ് മോഡലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റിയുടെ ആക്ടിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. മേജർ ചാലഞ്ചസ് ഇൻക്ലൂഡ് ലാക്ക് ഓഫ് ഇന്ത്യ സ്പെസിഫിക് ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസ് ആൻഡ് ടോട്ടൽ ഡയറ്റ് സ്റ്റഡീസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ചാലഞ്ചസ് വന്നിട്ട് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ടോക്സിക്കോളജി സ്റ്റഡീസ് ഇല്ല, ടോട്ടൽ ഡയറ്റ് സ്റ്റഡീസ് മെയിനായിട്ടില്ല. അപ്പോൾ ലെഗസി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് പോലുള്ള റെഗുലേഷൻ മെയിനായിട്ട് ഇല്ലാത്തതും പ്രോപ്പർ സയൻറ്റിഫിക് കോൺസെൻസ് ഇല്ലാത്തതും എവിഡൻസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ട് ഇല്ലാത്തതും ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ലാക്ക് ഓഫ് പോളിസി കോർഡിനേഷൻ എന്നാണ് മെയിനായിട്ട് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ഒരു ന്യൂസിലെ ബ്രീഫ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇന്ത്യയുടെ ഷിഫ്റ്റ് ഇൻ അപ്രോച്ചാണ് ഏത് അഡൾട്രേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് മെയിൻ പ്രിൻസ് പോയിൻ്റ് മെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ തീം ഓഫ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. തീം ഈസ് ഫുഡ് സേഫ്റ്റി ആൻഡ് സയൻസ് ഇൻ ആക്ഷൻ എന്നുള്ളതാണ്. ഫോക്കസ് യൂസസ് സയൻസ് ഫോർ സേഫ് ഫുഡ് എന്നുള്ളതാണ്. ഗോൾ റെഡ്യൂസ് ഫുഡ് ബോൺ ഇൽനെസ് ആണ്. റോൾ ആൻഡ് എവല്യൂഷൻ ഓഫ് FSSAI ഫുഡ് സ്റ്റാൻഡേർഡ് സേഫ്റ്റി അതോറിറ്റിയുടെ മെയിൻ റോൾ എന്താണ്? അവരുടെ മെയിൻ റോൾ വന്നിട്ട് എൻഷുവേഴ്സ് ഫുഡ് സേഫ്റ്റി ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. എവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ 2006 റീപ്ലേസ്ഡ് ഓൾഡ് ലോസ്. മെയിൻ ഫംഗ്ഷൻ സെറ്റ് ഫുഡ് സ്റ്റാൻഡേർഡ് ലൈസൻസ് ഫോർ ഫുഡ് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫോട്ടോ പോയിൻ്റായിട്ട് യൂസ് ചെയ്യാം. ഇന്ത്യയുടെ പോളിസി സൈഡിലും നമ്മുടെ ഹെൽത്ത് സെക്ടറിൻ്റെ ആംഗിളിലും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പോകാൻ പറ്റും മെയിൻസിൽ. നെക്സ്റ്റ് വന്നൊരു ബൈലാറ്ററൽ റിലേഷൻ ന്യൂസാണ്. അപ്പം കനേഡിയൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഇൻവിറ്റേഷൻ PM അക്സെപ്റ്റ് ചെയ്തെന്ന് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അത് എവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള G7 സബ്മിറ്റാണ്. അത് എവിടെ വെച്ചാൽ കാനഡയിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഷിഫ്റ്റാണ് ആക്ച്വലി ബൈലാറ്ററൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യ ആൻഡ് കാനഡ. നേരത്തെ അവിടെ ഡിപ്ലോമാറ്റിക് സ്ട്രെയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഖാലിസ്ഥാൻ ഇഷ്യൂവിൻ്റെ ബേസിൽ, നിജാർ കില്ലിങ്സിൻ്റെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കൂടുതൽ സ്ട്രാറ്റജിക് എൻഗേജ്മെൻറ്റിന് വഴിവെക്കുമെന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി വിത്ത് അതർ ഗ്ലോബൽ ലീഡേഴ്സ് ഇൻക്ലൂഡിങ് ദോസ് ഫ്രം US, ഫ്രാൻസ് ആൻഡ് അതർ. ഈ പോസ്റ്റ് സിന്ധു എന്ന് പറഞ്ഞാൽ വാട്ടർഷെഡ് മൂവ്മെൻറ്റായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൽ മെയിനായിട്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കീവേഡ്സ് നോക്കുകയാണെങ്കിൽ G7 കൺട്രീസ് ആൻഡ് ഹോസ്റ്റിനെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ G7 കൺട്രീസ് മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജർമ്മനി, UK, ഫ്രാൻസ്, കാനഡ, US, ഇറ്റലി, ജപ്പാൻ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ആസ് എ റെഗുലർ ഇൻവൈറ്റിയാണ്, നോട്ട് എ മെമ്പർ ബട്ട് ഇൻവൈറ്റഡ് എവറി ഇയർ. അപ്പോൾ ഈ വർഷം ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ പോയത് PM മോഡിയാണ്. റീസൺ ഇന്ത്യ ഈസ് എ മേജർ എക്കോണമി ആൻഡ് പാർട്ണർ എന്നുള്ള രീതിയിലാണ് മെയിനായിട്ട് പാർട്ടിസിപ്പേഷൻ എൻഹാൻസ് ചെയ്യുന്നത്. ഇപ്പോൾ മീൻസ് പെർസ്പെക്റ്റീവിൽ GS2 ബൈലാറ്ററൽ റിലേഷൻ ആംഗിൾ നമുക്ക് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ന്യൂസ് വന്നിട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ന്യൂസാണ്. PM ഇനാഗ്രേറ്റ്സ് കീ റെയിൽ പ്രോജക്ട്സ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഹിറ്റ്സ് ഔട്ട് അറ്റ് പാകിസ്ഥാൻ. അപ്പോൾ ഇത് മെയിനായിട്ട് ഈ ജമ്മു ആൻഡ് കാശ്മീർ ഏരിയയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ റീസൺ അവിടുത്തെ റീജിയണൽ ഡെവലപ്മെൻറ്റും അതേപോലെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ പഹൽഗാം അറ്റാക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൂടുതലായിട്ട് ആ ഏരിയയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കീ റെയിൽ പ്രോജക്റ്റ് ഉണ്ട്. ചിനാബ് ബ്രിഡ്ജ് പ്രോജക്റ്റ് ഉണ്ട്, ആൻജി ബ്രിഡ്ജ് പ്രോജക്റ്റ് ഉണ്ട്, അതേപോലെ വന്ദേ ഭാരതിൻ്റെ ട്രെയിൻ സർവീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം കുറച്ച് കീ വേർഡ് ഉണ്ട്, കാശ്മീരിയത്ത്, ഇൻസാനിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബൈലാറ്ററൽ റിലേഷൻ ആംഗിളിൽ നോക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ട ഈ ഒരു പ്രോജക്ട്സിനെ കുറിച്ചിട്ടാണ്. പ്രോജക്റ്റ് നോക്കുക, ചിനാബ് ബ്രിഡ്ജ് പ്രോജക്റ്റ് എന്ന് വെച്ചാൽ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ആർക്ക് ബ്രിഡ്ജാണ്. അപ്പോൾ 2 ഗോർജിൻ്റെ ഇടയിൽ കണക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ആർക്ക് ബ്രിഡ്ജാണ് അയച്ചത് ചിനാബ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ ജമ്മു ആൻഡ് കാശ്മീരാണ്. ഫീച്ചേഴ്സ് വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ആർക്ക് ബ്രിഡ്ജാണ്. ഇത് ആക്ച്വലി ഏതിൻ്റെ പാർട്ടെന്ന് വെച്ചാൽ പാർട്ട് ഓഫ് ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ റിങ്ങിൻ്റെ പാർട്ടായിട്ടാണ് മെയിനായിട്ട് വരുന്നത്. സാൻജി ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഇന്ത്യസ് ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽവേ ബ്രിഡ്ജാണ്. ലൊക്കേഷൻ വന്നിട്ട് ജമ്മു ആൻഡ് കാശ്മീരാണ്. ഫീച്ചേഴ്സ് ഇന്ത്യസ് ഫസ്റ്റ് കേബിൾ സ്റ്റേഡ് റെയിൽ ബ്രിഡ്ജ് എന്നുള്ളത്. ദെൻ വന്ദേ ഭാരത് ട്രെയിൻ ടു ശ്രീനഗർ, ഫസ്റ്റ് പാസഞ്ചർ റെയിൽ കണക്ടിവിറ്റി ടു കാശ്മീരാണ്. അപ്പോൾ കാശ്മീരിലുള്ള ഫസ്റ്റ് റെയിൽ കണക്ടിവിറ്റി, പാസഞ്ചർ റെയിൽ കണക്ടിവിറ്റിയാണ്. റൂട്ട് വന്നിട്ട് ഡൽഹി ടു ശ്രീനഗറാണ്. ഫീച്ചേഴ്സ് ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് ടു കാശ്മീർ എന്നുള്ളൊരു ഹൈലൈറ്റാണ് ഇതിന് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആർട്ടിക്കിൾ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ റിലേഷനും ഇൻഫ്രാസ്ട്രക്ചർ ആസ്പെക്റ്റിലും പിന്നെ കുറച്ച് പോളിസി ആംഗിളിലുള്ള ന്യൂസാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾ നോട്ടിൽ ആഡ് ചെയ്യുക. ഇതേപോലെ അടുത്ത ദിവസം നെക്സ്റ്റ് ന്യൂസ് അനാലിസിസിൽ വീണ്ടും കാണാം. താങ്ക് യു.